കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ മനസ്സൊരുക്കമുള്ളവരായിട്ട് വരണം. ആ പേപ്പർ കയ്യിലുണ്ടാകണം. ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ആ പേപ്പർ ഉടമ്പടി പുതുക്കാൻ വേണ്ടി നോക്കണം. ഉടമ്പടി പുതുക്കിയുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധി നിങ്ങൾക്ക് പിടിപാടായി, കൃപാസനത്തിൽ നിങ്ങൾക്ക് ഒരു സ്വാധീനമായി. എന്താണ്, ഞങ്ങൾ സ്ഥിരീകരിച്ച ഉടമ്പടിയാണോ ഇല്ലയെന്ന് നോക്കും. ഉടമ്പടി ഒന്നാം ഘട്ടമെങ്കിലും സ്ഥിരീകരിച്ചില്ലെങ്കിൽ അത് ഉടമ്പടിയായിട്ട് കണക്കാക്കത്തില്ല. അതുകൊണ്ട് ഉടമ്പടി പുതുക്കാൻ നോക്കാൻ കാരണം അതാണ്. പക്ഷെ പുതുക്കാൻ വേണ്ടി നിങ്ങൾ പുതുക്കി കഴിഞ്ഞാലും ആ ഉടമ്പടിയുടെ പവർ, കാര്യം ഇത് ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങൾ ആ സാക്ഷ്യം വായിക്കണില്ലേ. ഇപ്പോൾ യൂട്യൂബിൽ പോലും ഇരുന്ന് ഉടമ്പടി ധ്യാനം കൂടുന്നത് ഉടമ്പടി പ്രകാരമാണത്. ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോഴത്തെ സാക്ഷ്യം എന്താണ്, ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് യൂട്യൂബ് കാണിച്ച് എന്നിട്ട് പറഞ്ഞ് യൂട്യൂബിൽ ധ്യാനം കൂടുന്ന ഒരു അമ്മയുടെ കുഞ്ഞിൻ്റെ മൂത്രാശയത്തിലെ മുഴ, ഉള്ളിലുള്ള മുഴ കർത്താവ് സുഖപ്പെടുത്തണമെന്ന്. അപ്പോൾ 7 വയസ്സ് മുതൽ 6-ാം മാസം തൊട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കണ കൊച്ചാ. പിന്നെ ചെല്ലുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവർക്ക് സങ്കടം വന്നു പോയി. യൂട്യൂബിൽ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് അവർ ഏതോ രാജ്യത്തിരുന്ന് കേട്ടതാ. പിന്നീട് അവർ ചെല്ലുമ്പോൾ അവർ പറയും നോ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് വേറെ സെക്കൻഡ് ഒപ്പീനിയൻ വേണമെന്ന് പറയും. അമൃതയിൽ ചെല്ലുമ്പോൾ അവർ 7 പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോഴും ഈ സിസ്റ്റം പിന്നെ കാണത്തില്ല. കർത്താവ് സുഖപ്പെടുത്തും. ഇന്ന് യൂട്യൂബിൽ ധ്യാനം കൂടിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി ഒരു മോളോ സാക്ഷ്യം പറഞ്ഞില്ലേ. അപ്പോഴേ നമ്മളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, അമ്മ വചനങ്ങൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഷാലോൺ TV എല്ലായിടത്തും കൂടി ഈ അൾത്താറിൽ നിന്ന് പ്രസരിക്കണ എല്ലാം ദൈവവചനങ്ങളാണ്. അത് ആദരവോടെയും പ്രാർത്ഥനയോടെയാണ് കൂടേണ്ടത്. അത് കാര്യം ഒരു പ്രാവശ്യം ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ, അലുവ വിലകിട്ടിരിക്കണവർ നിൽക്കില്ലേ ആൾക്കാർ, അനങ്ങാൻ പറ്റണില്ല. അതുകൊണ്ട് 2 പ്രാവശ്യം വരാൻ ഞാൻ നിങ്ങളോട് പറയത്തില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ വന്നാൽ മതി. ബാക്കി 5 ധ്യാനമുണ്ട്. 6 വിഷയങ്ങളല്ലേ നമ്മൾ വെച്ചിരിക്കണത്. അപ്പോൾ 6 ധ്യാനം നമുക്കുണ്ട്. ഒരു ധ്യാനമേ നിങ്ങൾ ഇവിടെ വരേണ്ട കാര്യമുള്ളൂ. ബാക്കി 5 ധ്യാനവും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കൂടേണ്ടതാണ്. അതും പറ്റാത്ത ആൾക്കാർ ഷാലോൺ TV കൂടണം. ഷാലോൺ TV മസ്റ്റായിട്ട് കൂടണം. ഷാലോൺ TVയിൽ എല്ലാ തിങ്കളാഴ്ച ഉച്ചക്ക് 1:30 മണിക്ക്, ഒരു പക്ഷേ ഫെബ്രുവരി കഴിയുമ്പോൾ അവർ ഡേറ്റ് മാറ്റിത്തരും, സമയം മാറ്റിത്തരും. ഷാലോൺ TVയിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക്. അപ്പോൾ ചിലപ്പോൾ ചില മൊബൈൽ ഇതൊന്നും പിടിക്കാത്ത മൊബൈലായിരിക്കും, റേഞ്ച് ഇല്ലാത്തതോ അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ കാണാൻ പറ്റാത്ത മൊബൈലാകും. അപ്പോൾ അവർ ഷാലോൺ TV വാച്ച് ചെയ്യണം. പക്ഷേ 6 വാച്ച് ചെയ്യണം. കാര്യം ഇന്ന് കേട്ട പ്രബോധനം നിങ്ങൾ കണ്ടില്ലേ, അത് കഴിഞ്ഞ മാസം കൊടുത്തതല്ല, പുതിയ കാര്യമാണ് കർത്താവ് പറയണത്. അപ്പോൾ ഉടമ്പടിയുടെ പ്രബോധനങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ധ്യാനം കൂടുന്നത്. സാക്ഷ്യങ്ങൾ കേൾക്കണത് എന്തിനാണ്? നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ തന്നിരിക്കുന്ന ആ ഒരു ചെറിയ ഒരു രൂപരേഖയാണ്. പക്ഷേ ഓരോരുത്തരും എങ്ങനെയാണ് സുഖപ്പെട്ടതെന്ന് ആ സാക്ഷ്യം കേൾക്കുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഉടമ്പടി തൈലവും ഉപ്പും കൂടി കലർത്തിയാണോ? ഇപ്പോൾ സോറിയാസ് സുഖപ്പെട്ടിരിക്കണത് എങ്ങനെയാണ്? ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൂടി കലർത്തി പുരട്ടുമ്പോഴാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളിലാണ് ദൈവം സൗഖ്യം, ആ നേർച്ച വസ്തു ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ്. ഇപ്പോൾ ഉടമ്പടി കാശുരൂപം, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, കോടതി കേസ് എല്ലാം ഉടമ്പടി കാശുരൂപമാണ് പിടിക്കുന്നത്. എന്നിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അപ്പോൾ അതുകൊണ്ടാണ് സാക്ഷ്യം കേൾക്കണമെന്ന് പറയണത്. സാക്ഷ്യം ലൈവായി കേൾക്കണം. അപ്പോഴും നിങ്ങളുടെ കാര്യം ചിലപ്പോൾ ഒരു 50 സാക്ഷ്യമോ 10 അല്ലെങ്കിൽ 20 സാക്ഷ്യം കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം നിങ്ങൾക്കും അത് മാതാവ് വെളിപ്പെടുത്തിയ കാരണം നിങ്ങൾക്കും അത് അനുകരിക്കാവുന്നതാണ്. ആ നേർച്ച വസ്തു അപ്രകാരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ വേണം സാക്ഷ്യങ്ങളെ പരിശോധിക്കാൻ. അപ്പോൾ എൻ്റെ മക്കളെ സന്തോഷമായിരിക്കുക. അതുപോലെ പത്രം ഒരു മാസത്തെ പത്രം പോലും മുടങ്ങരുത്. കാര്യം പത്രം കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും 2 ചിറക് പോലെ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ കുറേ പത്രം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ 25 പത്രം മേടിച്ചാലും കുഴപ്പമില്ല, ചീട്ട് വാങ്ങിച്ച് വെച്ചേക്കണം. അത് പ്രധാനം. നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധി ചെയ്ത, ഇപ്പോൾ ചില അമ്മച്ചിമാരാണെങ്കിൽ സംഗതി സീരിയസ് ആണെന്ന് പറയണമെങ്കിൽ അവരെ പത്രത്തിലെ ചീട്ടെല്ലാം കൂടി എനിക്ക് തരും. എൻ്റെ അർത്ഥം എന്താ? അവരെന്താ പറയണത്? ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തതാണ്, ഞാൻ ആദരവോടെ അത് കൈപ്പറ്റിയിട്ട് കാര്യങ്ങൾ കേൾക്കും ഉടനെ.
ആദരവോടെ കൈപ്പറ്റും. കാര്യം അവർ കർത്താവിൻ്റെ പ്രേക്ഷിത വില വെയിലത്ത് ചെയ്ത് നടന്നതാണ്. അപ്പം അതുകൊണ്ട് അവർ അഭിഷേകം കേൾക്കും. ചിലപ്പോൾ ഒന്ന് തൊടുകയോ ചിലപ്പോൾ ചെയ്യത്തുള്ളൂ. കാര്യം എന്താണ്? കർത്താവെ നിന്നെ ഏൽപ്പിക്കണ വിഷയമെന്നാണ്. പിന്നെ സംഭവം എളുപ്പമാകും. അപ്പം അതുകൊണ്ട് ഉടമ്പടി വിശ്വസ്തരായിട്ടുള്ളവരുടെ നമ്മുടെ വിശ്വസ്തരാണെന്നുള്ള തെളിവാണ് പത്രത്തിൻ്റെ കാർഡ്. അപ്പം അതുകൊണ്ട് അവന് ഒരിക്കലും ഉടമ്പടി പത്രികയില്ലേ എൻ്റെ മക്കളത് ചുരുട്ടിക്കുട്ടി മടക്കി വെക്കരുത്. അതിന് പൗസ് വന്നിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ നിങ്ങൾ ഉടമ്പടിയോട് ബഹുമാനമുള്ളവരാണെന്ന് തോന്നണം. ഇപ്പോൾ ഇന്ന് തൈക്കാട്ടുശ്ശേരി വന്ന ചില ചേട്ടത്തിമാർ ഞാൻ നോക്കി പോലുമില്ല. കാര്യം എന്താ? ഉടമ്പടി 4 മടക്കിയിട്ട് അതിൻ്റെ അകത്ത് ആ ചുരുട്ടിക്കൂട്ടി ബാഗിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ബാഗിൽ വെച്ചാലും ശരി അതിൻ്റെ ഒരു മാന്യത സൂക്ഷിക്കണം. അപ്പോൾ അതിപ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം ഉടമ്പടിയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരു അറിയിപ്പ് കൂടിയുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഭയങ്കര സങ്കടം. കാര്യം മസ്കറ്റിൽ നിന്നൊക്കെ വന്ന് ദുബായിൽ നിന്നൊക്കെ വന്നിട്ട് അമ്മയും കാണണം ഉടമ്പടിയും ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. തലശ്ശേരിക്ക് അവരൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഇവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരെ പറഞ്ഞു വിടും. ഇപ്പോൾ ഞങ്ങളൊരു തീരുമാനം പ്രാർത്ഥിച്ചെടുത്തിട്ടുണ്ട്. കാര്യം വിദേശത്ത് നിന്ന് വന്ന് പോണവരെ പണ്ട് വിദേശത്ത് പോയിച്ച് ഇവിടെ വന്ന് നിന്നിട്ട് വിദേശക്കാരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ വിദേശത്ത് വന്ന് പോണവർക്ക് പ്രത്യേക ഉടമ്പടിയാണ്. അവർക്ക് പ്രാർത്ഥന കൂടാൻ പറ്റത്തില്ല. കാര്യം അവർ അടുത്ത ബുധനാഴ്ച അടുത്ത ഫ്ലൈറ്റിന് പോവുകയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഉടമ്പടി ചെയ്യേണ്ടത്? അവർക്കെല്ലാം പത്രമെല്ലാം വ്യത്യാസമുണ്ട്. ഉടമ്പടി കളർ വ്യത്യാസമുണ്ടല്ലോ, യെല്ലോ കളറാണ്. അപ്പം അതിന് അവർ പ്രേക്ഷിത പ്രവർത്തനം ഉറപ്പുവരുത്തണം. സിസ്റ്ററിനെയും മാനേജറിനെയും കണ്ട് സംസാരിക്കണം. കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടണം, നിങ്ങളെ കള്ളത്തരമല്ല പറയുന്നതെന്ന് ബോധ്യപ്പെടണം. കാര്യം വിദേശ ജോലിയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ രേഖ കാണിക്കണം. വെറുതെ ഇപ്പോൾ ആണെന്ന് പറഞ്ഞാലൊന്നും അംഗീകരിക്കത്തില്ല. എന്ത് രേഖ, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണം, എൻ്റെ രേഖ എന്താണെന്ന് ചോദിക്കും. ആ രേഖ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ സ്റ്റേറ്റ് വിട്ട് ബോംബെ, അതുപോലെ ആന്ധ്രാപ്രദേശ്, അതുപോലെ തമിഴ്നാടൊക്കെ അതുപോലെ തന്നെ ഹിന്ദി മേഖലയിലുള്ള ആൾക്കാർ ഉടമ്പടി ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യണത്? അവരുടേത് റോസ് ഫോമാണ്. അവർക്കും പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ഇരുട്ടി കൊടുക്കും. പക്ഷെ അവർ ആധാർ കാർഡ് കാണിക്കണം. അവരവിടെയാണ് ഉള്ളതെന്ന് സ്ഥിരതാമസം എന്നുള്ളെങ്കിൽ അവിടുത്തെ അഡ്രസ് പ്രൂഫ് കാണിക്കണം. അല്ലാതെ വെറുതെ ഞങ്ങൾ ആന്ധ്രാപ്രദേശിലാണെന്ന് പറഞ്ഞാൽ ഏക്കത്തില്ല. അപ്പം അതിൻ്റെ പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ അവരെ അച്ഛൻ കർത്താവ് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥന കൂടുക എന്നുള്ള ഒറ്റ വിഷയത്തിൽ നിന്ന് അവരെ ഒഴിവാക്കും. ഒരു പ്രാർത്ഥന മാത്രം കൂടിയാൽ മതി എന്ന് പറയും. ബാക്കി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. മാസം പത്രം അയച്ചു കൊടുക്കും. മാസം ഹിന്ദി പത്രമോ കന്നഡ പത്രമോ ഇംഗ്ലീഷ് പത്രമോ അല്ലെങ്കിൽ തമിഴ് പത്രമോ ഏത് ഭാഷയാണ് ആ ഭാഷയിലേക്ക് പത്രം അയച്ചു കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രം എന്ന് പറയുന്നത് മാതാവിൻ്റെ പത്രമാണ്. ഈ ആൾക്കാരെല്ലാം ദൈവത്തെ അറിയണം എങ്ങനെയാണ്? പത്രത്തിലൂടെയാണ്. അപ്പം അതാണ് ഇവിടുത്തെ മെയിൻ നേർച്ച എന്ന് പറയണത്. അത് ഞങ്ങൾ അയച്ചു കൊടുക്കും. അത് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കും. പക്ഷേ അതിന് പൈസ എല്ലാം മുൻകൂർ അടക്കണം. പ്രേക്ഷിത പ്രവർത്തനത്തിന് പൈസ. കാര്യം ഇവർ പറയുന്നത് സത്യമാണെന്നില്ലേ? അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുന്നവർ ഞങ്ങൾ രാജസ്ഥാൻകാരാണെന്ന് പറഞ്ഞ് വന്നാൽ എന്ത് ചെയ്യും? അവർ കാര്യം കാണാൻ വേണ്ടി ദൈവത്തെ പോലും പറ്റിക്കുമല്ലോ. ചില മനുഷ്യർ അങ്ങനെയാണ്. അപ്പം അതൊന്നും അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് അതിൻ്റെ കൗൺസിലിങ്ങും അതിൻ്റെ സംസാരവും എല്ലാം വേറെ ഓഫീസിലാണ്. അത് സിസ്റ്ററുമായിട്ടോ മാനേജറുമായിട്ട് കണ്ട് സംസാരിക്കേണ്ടതാണ്. പക്ഷേ എല്ലാവരെയും അവർ സങ്കടമുള്ളവരാണ്, വേദനയുള്ളവരാണ്. അമ്മ അത് പരിഹരിക്കും. പക്ഷേ നമ്മൾ ആത്മാർത്ഥത കാണിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ചെയ്തു തരും. വിശ്വാസ പ്രമാണം ചൊല്ലി. Lord Jesus Christ, pour out His Spirit. സാക്കുത്ത പ്രേക്ഷിത and I with authority to Catholic Church. The power of Jesus Christ. Lord Jesus Christ, pour out His Spirit. The fire of pink. Sakuta precious blood. Lord, infuse His Spirit. And with authority to Catholic Church. The power of Jesus Christ. With the meditation of Holy Priesthood. I bless and hallow this relics. കരങ്ങൾ ഉയർത്തി അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ദിവ്യക്കുന്ന ദൈവം, ദിവ്യകാരുണ്യത്തിൻ്റെ അതുല്യ ശക്തി നിങ്ങളുടെ ജീവിത മേഖലകളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇതാ കർത്താവ് കടന്നു വരുന്നു. ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. മാരക രോഗങ്ങൾ സുഖപ്പെടുന്നു.
തീരാവ്യാധികൾ സുഖപ്പെടുന്നു. ഇതാ അവൻ കർത്താവിൽ ശക്തി പുറപ്പെട്ടിരിക്കുന്നു. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ ദൈവം, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവം, തളർവാദ രോഗിയെ കിടക്കേണ്ടി നടക്കാൻ കൽപ്പിച്ച ദൈവം, ഇതാ നിന്റെയും നിന്റെ രോഗങ്ങളെയും, ഇതാ നിന്റെയും നിന്റെ മക്കളെയും, ഇതാ നിന്റെയും നിന്റെ തൊഴിൽ മേഖലകളെയും, ഇതാ നിന്റെയും നിന്റെ വരുമാന മാർഗങ്ങളെയും, നിന്റെ സഞ്ചാരങ്ങളെയും, വസ്തുവകകളെയും, കുടുംബങ്ങളെയും, മക്കളെയും ആശീർവദിക്കുന്നു. ഉടമ്പടിയുടെ എല്ലാ നിയോഗങ്ങളുടെ മേൽ ദിവ്യകാരുണ്യത്തിന് മുദ്ര പതിയുന്നു. ദൂരരാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഈശോ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവിന് 1000 നന്ദി. എൻ്റെ പേര് മേരി ലവീന ഡിക്രൂസ്. ഞാൻ ആലപ്പുഴ മൗണ്ട് കാർമൽ ഇടവകാംഗമാണ്. എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ 1 വർഷമായി ഉടമ്പടി എടുത്തിട്ട്. മമ്മിക്ക് കുറേ നാളുകളായി താടിവേദന ഉണ്ടായിരുന്നു. അങ്ങനെ വേദന കൂടി വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പോൾ MRI എടുപ്പിച്ചു. MRI എടുത്തപ്പോൾ ട്രൈജെമിനൽ ന്യൂറോളജിയ എന്നൊരു അസുഖമാണെന്നാണ് പറഞ്ഞത്. ആ അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. മുഖത്ത് കാറ്റടിക്കുമ്പോഴോ താടിയിൽ തൊടാനോ വയ്യ, ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. വേദന വരുന്നതെന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ 10 പ്രാവശ്യമെങ്കിലും ഷോക്ക് അടിച്ച പോലെ ഒരു വേദന താടിയിൽ വരും. അപ്പോൾ വേദന വരുമ്പോൾ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ഒരു ശബ്ദം മമ്മി ഉണ്ടാക്കുമായിരുന്നു. വെള്ളം കുടിക്കുവാണെങ്കിൽ ഗ്ലാസ് എടുത്ത് വലിച്ചെറിയുമായിരുന്നു. അത്രയ്ക്കും വേദനയായിരുന്നു. അങ്ങനെ മമ്മി വർഷങ്ങളായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്നതാണ്. മമ്മിയുടെ സിൽവർ ഉടമ്പടിയാണ്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഉടമ്പടിയിൽ ജീവിക്കുന്നതല്ലേ, മമ്മി നിയോഗം വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, മമ്മിയുടെ ആവശ്യം വെക്കത്തില്ല, മമ്മി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിയോഗം എടുത്തേക്കുന്നത്, മമ്മിയുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചതാണ്, ഈ ഒരു അസുഖം മമ്മി വെക്കത്തില്ല എന്ന് പറഞ്ഞു. മാതാവ് മാറ്റിത്തരും, മാതാവിന് ഇതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ മമ്മിയുടെ വേദന കണ്ടിട്ട് ഞാൻ 3ാമത്തെ പുതുക്കലിന് വന്നപ്പോൾ ഓഗസ്റ്റ് മാസം ഈ ഒരു നിയോഗം അതിൽ വെച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അടുത്ത പുതുക്കലിന് വരുമ്പോൾ മമ്മിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. മമ്മി അന്ന് വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചായിരുന്നു. അച്ഛൻ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോയി. അപ്പോൾ മമ്മി പറഞ്ഞു, കണ്ട അച്ഛനൊന്നും പറഞ്ഞില്ല, അത് തന്നെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ വേദന കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിച്ചിട്ടും രക്ഷയില്ലാത്തതുകൊണ്ട് സർജറി വല്ലതും നോക്കാം. പക്ഷേ അത് തലയിലാണ് സർജറി ചെയ്യുന്നത്, അപ്പോൾ അത് റിസ്ക്കാണ്, കോംപ്ലിക്കേഷനാണ്, അത് നല്ല ഹോസ്പിറ്റലിൽ നോക്കണം. കേരളത്തിൽ തന്നെ കണ്ണൂർ എന്താണ്ടൊക്കെയുള്ള അതിൻ്റെ ഹോസ്പിറ്റലിൽ, അപ്പോൾ നല്ല ഡോക്ടറിന് സർജനായിരിക്കണം അത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്നുവെച്ചാൽ മാതാവ് മാറ്റിത്തരും. ഞാൻ നിയോഗം വെച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ മമ്മിയുടെ വേദന പൂർണ്ണമായിട്ട് മാറി. മമ്മിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. മറ്റേത് വേദന വരുമ്പം കിറി ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ പോകും. ഒരു സെക്കൻഡ് ആ വേദന വരുന്നെങ്കിൽ ആ സെക്കൻഡ് ഇങ്ങനെ സൈഡിലോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് എവിടെയെങ്കിലും മമ്മി മുടങ്ങാതെ എല്ലാ ദിവസവും ആ വേദനയും കൊണ്ട് സ്കൂട്ടറിലിരുന്ന് രാവിലെ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുമായിരുന്നു. മമ്മി ഒരു ദിവസം പോലും കുർബാന മുടക്കിയിട്ടില്ല. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് വൃദ്ധസദനങ്ങളിലും രോഗികളുടെ അടുത്തും പോകുമായിരുന്നു. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും പൈസയായിട്ടും സഹായിക്കുമായിരുന്നു. പിന്നെ എൻ്റെ മകന് 3 വയസ്സാണ്. അപ്പോൾ അവനെ ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കട്ടിലിൻ്റെ പടിയിൽ നെറ്റിയിടിച്ച് കരഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം നെറ്റിയുടെ നടുക്കാണ് നീലച്ച് വന്ന് മഴയായിട്ട് നീല കളറിൽ വന്നു. അപ്പോൾ വേഗം അവൻ ഐസൊന്നും വെപ്പിക്കത്തില്ല, തൈലം എടുത്ത് ആദ്യമേ തൂത്തു. ആ തൂത്ത സെക്കൻഡ് തന്നെ നോക്കുമ്പോൾ അത് പയ്യെ താഴ്ന്ന് നമുക്ക് കാണാം. 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അതിൻ്റെ പാട് പോയി. അങ്ങനെ പൂർണ്ണ സൗഖ്യം നൽകി. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഇപ്പം മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ അനിയത്തിയും മമ്മിയും എല്ലാം ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ബൈബിൾ വായനയും എല്ലാം കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഞാനിവിടെ 5ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നത്. എൻ്റെ പേര് സീബ ഡിക്രൂസ് എന്നാണ്. ഞാൻ മൗണ്ട് കാർമൽ കത്തീഡ്രൽ അംഗമാണ്. ഞാനിവിടെ മെയ്യിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞതായിരുന്നു വന്ന് എൻ്റെ മകൾക്ക് വിസ കിട്ടിയതും
അവൾക്ക് ജോലി മാതാവ് മേടിച്ചു തന്നതിനും വേണ്ടി സാക്ഷ്യം പറഞ്ഞു. ഞാൻ അഖണ്ഡ ജപമാലക്ക് പോകാൻ നേരത്തെ എല്ലാവർക്കും വിഷമമായിരുന്നു, ഞാൻ ഈ വേദനയും വെച്ച് പോകുമെന്ന്. ഞാൻ ഉറച്ച് വിശ്വസിച്ച് എൻ്റെ മാതാവ് മാറ്റിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ അഖണ്ഡ ജപമാലക്ക് പോയി. അഖണ്ഡ ജപമാലക്ക് പോയത് ഞാൻ മാതാവിനോട് നന്ദിയും കൂടി പറയാൻ വേണ്ടിയാണ്. കാര്യം എൻ്റെ മകൾ കഴിഞ്ഞ വർഷം അഖണ്ഡ ജപമാലക്ക് വന്നപ്പോൾ അവളുടെ ഭർത്താവിന് പെർമിറ്റില്ല, എൻ്റെ മോൾക്ക് വിസ കിട്ടിയിട്ടില്ല. അത് അന്ന് അഖണ്ഡ ജപമാല കൂടി കൃപാസനത്തിൽ വന്ന് നിന്നപ്പം മെസ്സേജ് വന്നു. അങ്ങനെ മാതാവ് എൻ്റെ മകൾക്ക് കൊടുത്ത അനുഗ്രഹം എനിക്ക് നന്ദി പറയണം. എനിക്ക് എൻ്റെ രോഗത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ആ നന്ദി പറയണം, അല്ലെങ്കിൽ മാതാവിനോട് നന്ദിയില്ലാത്തതായിരിക്കും. അത് കാരണം എനിക്ക് ഉടമ്പടി ഏതായാലും അഖണ്ഡ ജപമാല കൂടണം. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അഖണ്ഡ ജപമാല കൂടിയത്. എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന മാത്രം ഉണ്ടായുള്ളൂ. എനിക്ക് കൊന്ത ചെല്ലണം, എനിക്ക് പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കണം. കാര്യം എൻ്റെ വീട്ടിൽ കൊന്ത ചെല്ലുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ സ്വർഗസ്ഥാനായി ചെല്ലിയിട്ടുണ്ട്, അന്നൊന്നും വേണ്ടുന്ന ചെല്ലാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ കരയും. അപ്പോൾ എൻ്റെ മാതാവിനോട് പറഞ്ഞ്, എൻ്റെ മാതാവ് ഈ ജീവിതം എനിക്കെന്തിനാണ്, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും കുർബാനക്ക് കൂടെ സഹകരിക്കാൻ പറ്റിയില്ലെങ്കിലുള്ള ജീവിതം എനിക്ക് വേണ്ട. എനിക്ക് മാതാവിനോട് ഒച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ഒച്ചത്തിൽ കൊന്തയല്ലേയും ചെയ്യാനുള്ളൊരു ജീവിതം തന്നാൽ മതിയെന്ന് ഞാൻ എന്നും പറയും. എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാര്യം എന്നോട് പറയുമായിരുന്നു, നീ ഇത്രയും പ്രാർത്ഥിക്കണമല്ലേ, എന്നിട്ട് നിനക്കെന്തിനാണ് ഇത്രയും തന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല, മാതാവ് പ്രാർത്ഥിക്കണവരോടാണ് കൂടുതൽ സ്നേഹം, അതുകൊണ്ടാണ് എനിക്ക് ഈ വേദന തന്നതെന്ന് പറഞ്ഞ് എൻ്റെ വേദന കാരണം എൻ്റെ സഹോദരങ്ങൾ എറണാകുളത്ത് കൊണ്ടേ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് അവർ പറഞ്ഞു, ഇത് ജീവിത അവസാനം വരെ നിങ്ങൾ ഗുളിക കഴിക്കണം, കാര്യം വേദന കുറയത്തില്ലെന്ന് പറഞ്ഞ്. ഞാൻ ആ ഗുളിക ഒരെണ്ണം പോലും എഴുതിയില്ല. ഞാൻ പറഞ്ഞു, ഈ മരുന്ന് എനിക്ക് വേണ്ട, എൻ്റെ മാതാവ് എന്നെ സുഖപ്പെടുത്തും. കാര്യം ആദ്യം ഞാൻ ഗുളിക കഴിച്ചിട്ട് എൻ്റെ വായിൽ നിറച്ച് പൊട്ടി. അപ്പം എൻ്റെ ഭർത്താവ് ഓയിൽമെൻറ്റ് കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഓയിൽമെൻറ്റ് പുരട്ടത്തില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും മാതാവിൻ്റെ ഉപ്പും പുരട്ടുമായിരുന്നു. ഒരു മരുന്ന് ഞാൻ എൻ്റെ ഈ വായിൽ പുരട്ടിയില്ല. മരുന്ന് കഴിച്ച് എൻ്റെ വാ നിറച്ച് പൊട്ടി. ആരെങ്കിലും നോക്കിയാൽ എല്ലാവർക്കും പേടി തോന്നും, എന്തോ വേറെ രോഗമാണെന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്തുനിന്ന് വന്നപ്പോൾ അച്ഛൻ എന്നെ അനുഗ്രഹിച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരു രോഗവും ഒരിക്കലും വരുത്തില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച്. ആ അനുഗ്രഹം എൻ്റെ മാതാവിനെ ഞാൻ ഇനി എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ ഈ മാതാവിൻ്റെ അടുത്ത് നന്ദിയുള്ളതായിരിക്കും. ഒരിക്കലും എനിക്ക് തന്ന അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുത്തത് 2017 ഞാനിപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് ഈ മാതാവിൻ്റെ അൾത്താരയിൽ കയറുന്നത്. എൻ്റെ മാതാവ്, എനിക്കിനി ഒരു കാര്യവും മാതാവിനോട് പറയാനില്ല. കാര്യം എൻ്റെ മക്കൾ രണ്ടും ഉടമ്പടിയിലാണ്. അപ്പം മാതാവ് നോക്കിക്കോളൂ അവരെ. അത് കാരണം ഞാൻ ഇനി ഉടമ്പടിയിൽ എൻ്റെ ആവശ്യമൊന്നും ഞാൻ വെക്കത്തില്ല, മറ്റുള്ളവരുടെ ആവശ്യമാണ് വെക്കുന്നത്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ ഞങ്ങൾ അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ഈ കരുണാലയത്തിൽ കൊണ്ടേ അരിയും സാധനങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അവർക്ക് ബെഡും അഡ്ജസ്റ്റ് ചെയ്യണ ബെഡൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കൊടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഈ ക്യാൻസർ രോഗികൾക്ക് ഒക്കെ പൈസയും പൊതിച്ചോറും പൈസയൊക്കെ കൊടുക്കും. ആരെന്തോ പറഞ്ഞാലും ഞങ്ങളുടെ അടുത്ത് തന്നെ കുറേ പ്രായമായ അമ്മച്ചിമാരുണ്ട്. അവരുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കുകയും അവർക്ക് ഉപ്പും എല്ലാം കൊടുക്കും, മാതാവ് തന്ന അനുഗ്രഹത്തിന്. പിന്നെ എൻ്റെ മകൾക്ക്, എൻ്റെ മോള് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെങ്കിൽ മോള് കൂടെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ മോള് അയർലൻഡിലാണ്. അവൾ അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് നല്ലൊരു ജോലി മാതാവ് കൊടുത്ത്. അവൾ പഠിച്ച ജോലി തന്നെ നല്ലൊരു ജോലി കൊടുത്ത്. അപ്പോൾ ഇവിടെ അത് പറയാൻ മോള് വേണമെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. മാതാവ് തന്ന എല്ലാ അനുഗ്രഹവും. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെയ്യിൽ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ എൻ്റെ ഇവിടെ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി മാറിയായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല. അത് മാതാവിനോട് ക്ഷമ പറയണേണ് അതിന്. അങ്ങനെ തന്ന എല്ലാ അനുഗ്രഹത്തിലും എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ മാതാവിനോട് ഞാൻ കടപ്പെട്ട് ഇരിക്കും.
യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആരതി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ഷീബാറാണി. ഞങ്ങൾ 2024 മെയ് 28 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇത് ഞങ്ങളുടെ 4ാമത്തെ പുതുക്കലാണ്. ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടിയ കൃപാസന പത്രം വഴിയാണ് അമ്മ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ആദ്യം അതിൽ വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. ഞങ്ങളാരും അങ്ങനെ വലിയ ശ്രദ്ധ കൊടുത്തില്ല. പക്ഷേ അമ്മ യൂട്യൂബ് വഴി അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് കൃപാസന വിശ്വാസിയായ ഒരാൾ വീട്ടിൽ വരികയും അവർക്ക് ലഭിച്ച ജീവിത അനുഭവങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരികയും കുടുംബത്തിലെ 4 പേരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. കൃത്യമായ ഉടമ്പടി പുതുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഞാൻ CAക്ക് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇൻ്റർമീഡിയറ്റ് എക്സാം കഴിഞ്ഞ് 2 വർഷമായിട്ട് ഫൈനലിന് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു സബ്ജക്റ്റ് പോലും പാസ്സാകാത്ത അവസ്ഥയായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എഴുതിയ 2 ഓൺലൈൻ മൊഡ്യൂളുകൾ നല്ല മാർക്കോടുകൂടി പാസ്സായി. ഞാൻ പോകുന്ന വഴിയിലെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് വരാൻ കഴിയണേന്ന് പ്രാർത്ഥിച്ചാണ് എക്സാമിന് പോകാറ്. അതിനുശേഷം നവംബറിൽ നടന്ന ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ എക്സാമിന് ഞാൻ ഹോൾ ടിക്കറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ അച്ഛൻ അത്യാവശ്യമായിട്ട് പുറത്തു പോയി. എനിക്കാകെ വിഷമമായി. ഞാനിവിടെ കരഞ്ഞ് ഇവിടെ അൾത്താരയിൽ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജോസഫ് അച്ഛൻ വരികയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഹോൾ ടിക്കറ്റ് തരികയും ചെയ്തു. ആ എക്സാമിനും ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. പിന്നീട് എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു. എക്സ്പീരിയൻസും കുറവായിരുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ജോലിയുടെ കാര്യം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അമ്മയോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കും നല്ലൊരു ജോലി തരണേന്ന്. പിന്നീട് നല്ലൊരു ജോലി ഓഫർ ലഭിക്കുകയും ചെയ്തു. അമ്മയുടെ അനുഗ്രഹത്താലാണ് ഓരോ ദിവസവും ഞാനിപ്പോൾ ഓഫീസിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. CAയുടെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ എക്സാമിന് ഞാൻ അധികം പ്രിപ്പയർ ചെയ്തിരുന്നില്ല. അത് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നതായിരുന്നു. അപ്പോൾ എങ്ങനെ പഠിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഓരോ സബ്ജക്റ്റും അമ്മയുടെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് ഇതെങ്ങനെ പഠിക്കണം, ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് തീർക്കേണ്ടത്, സമയം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ മാറിവാനീസിലാണ് എക്സാം എഴുതിയത്. അപ്പോൾ അവിടെ ഞാൻ ഉപ്പിട്ട് ദൈവമേ എനിക്ക് ഇനി എക്സാം എഴുതേണ്ടി വരരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാശിരൂപം കൊണ്ടാണ് പോയത്. ഞാൻ ആ എക്സാമിനും നല്ല മാർക്കോടുകൂടി പാസ്സായി. ഇപ്പോൾ CAയുടെ എല്ലാ ഗ്രൂപ്പുകളും ക്ലിയർ ചെയ്തു. എവിടെ പോയാലും കാശിരൂപവും ഉപ്പും തേനും കൊണ്ടാണ് ഞാൻ പോകാറ്. എനിക്കതാണൊരു ധൈര്യം. എനിക്ക് എപ്പം ഒരു ഭയം തോന്നിയാലും അമ്മയെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ്. പിന്നീട് എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യം, എനിക്ക് 2 വർഷത്തോളം ചെവിയിൽ തൊലി ഇളകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. കമ്മലിടാനൊന്നും പറ്റാറില്ല. സോറിയാസിൻ്റെ ചെറിയൊരു വകഭേദമാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ആദ്യത്തെ ഉടമ്പടിയിനുള്ളിൽ തന്നെ 3 മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടി. പിന്നെ ഇതുവരെ അങ്ങനെ ചെവിയിൽ തൊലി ഇളകുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരുന്നു. 11:30 മണിക്കാണ് ടൈം സ്ലോട്ട് കിട്ടിയത്. വീട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ 12 മണിയായി. പോകുന്ന വഴിയിലെല്ലാം സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് പോയത്. കൃത്യസമയത്ത് അവിടെ എത്തുകയും ആദ്യം എൻ്റെ പേര് വിളിച്ചു. 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ടും കിട്ടി. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഇതുപോലെ നിരവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോയ്ക്കും ഞങ്ങൾക്ക് അമ്മ തന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഓട്ടോ സ്റ്റാൻഡുകളും ആശുപത്രി പരിസരങ്ങളിലൊക്കെ കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറ് കെട്ടി RCCയിൽ കൊണ്ടു കൊടുക്കും. പിന്നെ വീടിനടുത്തുള്ള സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഡയാലിസിസ് സെൻ്ററുണ്ട്. അവിടെ ഞങ്ങൾ പൈസയായിട്ടും
പിന്നെ അരിയായിട്ടൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആർക്കാണെങ്കിലും ഞങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം അമ്മ പറയും. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്ത ഒരു വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ 30 വർഷം കൊണ്ട് ഞാൻ ഇനി അനുഭവിക്കാനൊന്നുമില്ല. അതുപോലൊരു അലർജി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും തുമ്മൽ. ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയുടെ തൈലും ഉപ്പും പുരട്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇതെല്ലാം മാറി. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അലർജിയില്ല, എനിക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമില്ല. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി.